കുറേ വീഡിയോയിൽ എന്തിനാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയത്തില്ല. പലരും പലതാണ് പറയണത്. എന്താണ് സത്യമെന്ന് പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറേ ആൾക്കാർ. പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും സുപരിചിതമായിരിക്കുമല്ലോ. ഈ ഒരു യൂട്യൂബ് ചാനലിലെ പ്രവീണിന്റെ ഭാര്യ മൃദുലയുടെ അച്ഛൻ ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം പ്രവീൺ ഒരു പോസ്റ്റർ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഇതാണ്: അച്ഛൻ നമ്മളെ വിട്ടു പോയി എന്ന് പറഞ്ഞ്. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആകെ പ്രവീൺ ഈ ഒരു പോസ്റ്റർ മാത്രമാണ് ഷെയർ ചെയ്തിരുന്നത്. വേറെ ഒരു കാര്യവും അവർ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് കുറച്ചു മുമ്പ് അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വി മിസ് യു അച്ഛ എന്ന് പറഞ്ഞ്. ഈ ഒരു വീഡിയോയിൽ എന്താണ് ആ ഒരു വ്യക്തിക്ക് പറ്റിയതെന്ന് വളരെ വ്യക്തമായിട്ട് പ്രവീണും ഭാര്യയായിട്ടുള്ള മൃദുലയും കൂടെ വന്നിരുന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവര് ഈ ഒരു പോസ്റ്റർ ഇട്ട സെയിം ഡേ ചില ആളുകൾ, എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആളുകൾ, ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാനും ഈ ഒരു പോസ്റ്റർ കണ്ടതാണ്. പക്ഷെ എനിക്ക് അന്നൊരു വീഡിയോ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല. പിന്നെ പഴയ വീഡിയോകളൊക്കെ കുത്തിപ്പൊക്കിയിരുന്ന് സംസാരിക്കുന്ന ഒരു പരിപാടി ചെയ്യാം. പക്ഷെ കണ്ടന്റ് ദാരിദ്ര്യം അത്രയ്ക്ക് ഉണ്ടായിട്ടും എനിക്കെന്തോ അന്ന് അത് ചെയ്യാൻ തോന്നിയില്ല. എന്ന് വെച്ച് ഞാൻ അത്ര മാന്യനായത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മാന്യനൊന്നും അല്ല ഞാൻ. പക്ഷെ എനിക്കത് ചെയ്യാൻ തോന്നിയില്ല. കാരണം അവരുടെ ഭാഗത്തു നിന്ന് പ്രവീണോ മൃദുലയോ അവർ വന്നിട്ട് എന്തെങ്കിലും ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഇന്നപ്പോ ഈ ഒരു വിഷയം സംസാരിക്കാനുള്ള ഒരു കാരണം, പ്രവീൺ ഈ ഒരു വീഡിയോ എന്താണ് ആ ഒരു വ്യക്തിക്ക് പറ്റിയത്, അവരുടെ അച്ഛന് പറ്റിയതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത ചില ആൾക്കാർക്കിട്ട് നല്ലൊരു കൊട്ട് പ്രവീൺ കൊട്ടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം അവർ കൊട്ടുന്നത് ആരെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത ഒരു വ്യക്തിയെ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും, ആരാണ് അവൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ആ വ്യക്തിയെ എനിക്ക് കുറച്ച് മനസ്സിലായതിനകത്തുനിന്ന് എനിക്ക് തോന്നി കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രവീൺ കൊട്ടിയതിനകത്ത് വലിയ തെറ്റൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി. കാരണം വേറൊന്നുമല്ല, അയാൾ ലൈക്ക് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും ഒരു ചെറിയ തെറ്റ്, അത് വളരെ താഴ്മയായി നമ്മൾ പോയി, ചേട്ടാ ഇങ്ങനൊരു സാധനം നിങ്ങൾ പറഞ്ഞതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ, അതായത് ചക്ക പ്ലാവിലല്ലേ കായ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും, മാങ്ങ മാവിലല്ലേ, മാങ്ങ മാവിനെ താഴെ വീഴത്തുള്ളൂ, മാങ്ങ മാവിനെ വീഴത്തുള്ളന്നേ. ഈ ഒരു മൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സംശയമായിട്ട് പോലും നമുക്ക് വളരെ മാന്യമായിട്ട് പുള്ളിയോട്, പുള്ളി എന്തെങ്കിലും പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്നും പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വക ഒരു ആർട്ടുണ്ട്, ഒരു ടൈപ്പ് ഓഫ്, അത് എനിക്കതിനകത്തൊന്ന് മനസ്സിലായതുണ്ടല്ലോ. ചില ആളുകൾക്ക് ഈ പ്രായം കൂടുന്തോറും ബാക്കി ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പട്ടി പുച്ഛമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ചില ടീമുകളുണ്ട്. അങ്ങനെയുള്ള ചില കുട്ടികളൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പൊ എന്തായാലും അതൊക്കെ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ, നമ്മൾ എന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യുന്നത്. എന്താണെങ്കിലും പ്രവീൺ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതൊന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒരു സത്യം പറയാനില്ല, എന്തോ പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് കുറേ പേര് അതായത് ബുദ്ധിമുട്ട്, നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. അപ്പോൾ അത്ര ആരോഗ്യമായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് പേർക്ക് എന്താണ് അച്ഛന് പറ്റിയെന്ന് അറിയണമെന്നുള്ള ഇതുണ്ട്. അത് മാത്രമല്ല, കുറേ വീഡിയോയിൽ എന്തിനാണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയത്തില്ല. പലരും പലതാണ് പറയണത്. എന്താണ് സത്യമെന്ന് പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി. 14-ാം തീയതിയാണ് അച്ഛൻ മരണപ്പെടുന്നത്. 14-ാം തീയതി വെളുപ്പിനെയാണ്. ഓക്കെ, 14-ാം തീയതി വെളുപ്പിനെയാണ് അദ്ദേഹം മരിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ടൊക്കെ വരാം. പ്രവീൺ ബാക്കി പറയുന്നതൊക്കെ കേൾക്കാം. എന്നാൽ അതിനു മുമ്പ് പ്രവീൺ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, വീഡിയോ ചെയ്ത ആരൊക്കെയോ വീഡിയോകൾ ചെയ്തു, അതിനകത്ത് എന്തൊക്കെയോ വിളിച്ചിരുന്ന് കൂവുന്നു എന്നാണ് പ്രവീൺ പറയുന്നത്. എന്താണെങ്കിലും നമ്മളാരും വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഞാനും കണ്ടു കുറെ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം. ഞാൻ വീഡിയോ അവരുടെ ആരുടെയും കണ്ടില്ല കേട്ടോ. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ആരുടെയും കണ്ടില്ല. ചിലപ്പോൾ പ്രവീൺ ഈ പറയുന്ന കണക്ക് എന്തൊക്കെയോ അവർ വിളിച്ചിരുന്ന് പോകുന്നുണ്ടായിരിക്കും, നമ്മൾ കണ്ടില്ല. കാരണം കാണാത്തതിന്റെ മെയിൻ ഒരു കാര്യം, ഇവര് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. ഇവർ ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ അവർ ഇതിനു മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് ആ വീഡിയോകളിൽ ഉള്ളതെന്ന് എനിക്ക് ഊഹിക്കാം. കാരണം ഒന്നുകിൽ പഴയ വീഡിയോയിലൊക്കെ അദ്ദേഹം വന്നതും കാര്യങ്ങളും ഒക്കെ കട്ട് ചെയ്ത് ചിലപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ
വേറെ എന്നെ പോലെ വീഡിയോ ചെയ്യുന്ന ഒരാൾക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡയറക്റ്റ് ആയിട്ട് കയ്യിലോട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇവര് അവരോട് പേഴ്സണലി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ അവർ ചെയ്ത വീഡിയോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ടേനെ. കാരണം അങ്ങനെയാണെങ്കിൽ വേറെ കുറെ ആളുകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമ്മളോട് പറയും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് അയാളുടെ വീഡിയോയിൽ ഇങ്ങനെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ്. ചില പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരെന്നോട് പറയും ആ വീഡിയോയിൽ ഇങ്ങനെ സാധനങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് കേട്ടിട്ട് അത് ചെയ്യുക എന്ന് പറയും. പക്ഷെ അങ്ങനെ ആരും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം പിടികിട്ടി. പഴയ വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള പരിപാടിയായിരിക്കും. പക്ഷെ അത് ചെയ്തോ ഞാനൊരിക്കലും പറയത്തില്ല അത് തെറ്റാണെന്നൊന്നും ഞാനിവിടെ പറയത്തേ ഇല്ല. പക്ഷെ ഇവർ ഈ പറയുന്ന കണക്കുള്ള ചില ആരോപണങ്ങൾ വരും. അവരിപ്പോ പറയുന്നത് എന്താണ്, ചുമ്മാ വന്നിരുന്ന് കഥ പറയുകയായിരുന്നു ഏതൊക്കെയോ വീഡിയോയില് എന്നുള്ളൊരു സാധനം അവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചുമ്മാ വന്നിരുന്ന് ഒരാളുടെ മരണത്തെ പറ്റി പറയാതിരിക്കുക. ഇപ്പൊ അവർ പറയുന്നുണ്ട് എന്താണ് ശരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചതെന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ തുടക്കത്തിന്റെ ഒരു കാര്യം പറയാം. രണ്ടുപേർക്കും, പ്രവീണാണെങ്കിലും മൃദുലയ്ക്കാണെങ്കിലും, മൃദുലയുടെ ഫാദറാണ്, നല്ല സങ്കടം കാണും. നമുക്കും ഒരിക്കലും അവരോട് സങ്കടപ്പെടരുത് എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അവർ സങ്കടപ്പെടും. പക്ഷെ ഇവർ ഈ പറയുന്നത്, ബാക്കി ഞാൻ നിങ്ങളെ വീഡിയോ കേൾപ്പിക്കാം. അവർ ഈ പറയുന്ന കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് 51 വയസ്സാകാൻ പോകുന്നതേ ഉള്ളൂ. വളരെ വലിയ പ്രായമൊന്നുമില്ല, 51 വയസ്സാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം പ്രായമൊന്നും അല്ല, ആൾക്കാര് അങ്ങ് പോവാണ്. പക്ഷെ അദ്ദേഹം, എനിക്ക് മനസ്സിലായത് വെച്ച് അദ്ദേഹം വളരെ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അദ്ദേഹം ഉറങ്ങുമ്പോൾ സംഭവിച്ചതാണ്. കൂടെ ആരും ഇല്ലായിരുന്നു, അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു വീട്ടില്. ആ ഒരു വിഷമമാണ് ഇവർക്കൊക്കെ ഉള്ളത്. പക്ഷെ സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അദ്ദേഹം ഭാഗ്യം ചെയ്ത ഒരാളാണ്. അധികം കിടന്ന് നരയിക്കോ ആരെയും ബുദ്ധിമുട്ടിക്കോ ഒന്നും ചെയ്യാതെ, അത് അവർക്കും അറിയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഇല്ലേ, നിങ്ങൾ പറ. അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എത്ര പേര് എങ്ങനെയൊക്കെയാ മരിക്കുന്നത്, വേദന തിന്ന്. അത് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഭാഗ്യം ചെയ്ത വ്യക്തിയായിട്ടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നേരത്തെ ആയിപ്പോയി. 51 വയസ്സിന് മുമ്പൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി പ്രവീൺ പറയുന്നത് നമുക്ക് കേൾക്കാം. അച്ഛനെ എല്ലാവരും വീഡിയോയിൽ കാണുമ്പോൾ അച്ഛൻ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അച്ഛന് 9 വർഷം മുമ്പ് ഒരു തവണ അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. 9 വർഷം മുമ്പ്. എനിക്ക് അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്ന സമയത്താണ് ബ്രദർ എൻ്റെ അടുത്ത് പറയണേ. അത് ഗൾഫിൽ വെച്ചിട്ടായിരുന്നു. ചിലപ്പോൾ അത് നമ്മൾ ആർക്കും വീഡിയോയിലൊന്നും അറിയത്തില്ല. ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള്, 2 ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ പിന്നെ ഗൾഫിൽ വെച്ച് തന്നെ അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻജിയോപ്ലാസ്റ്റി. അത് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ നാട്ടിൽ വന്നതും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അച്ഛൻ. അത് അതിൻ്റെ ഇത് പിന്നെ എന്താ പറയുക, അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം ഗൾഫിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല, പിന്നെ നാട്ടിൽ തന്നെ ആയിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നു. കാരണം അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അമ്മ മാർച്ച് 1 തീയതി നമ്മുടെ കൂടെ വന്നു. അച്ഛൻ തന്നെ അങ്ങ് തമ്മലെ കൊണ്ടാക്കിയതും നമ്മൾ വന്നതും. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഈ അച്ഛനായാലും അമ്മയായാലും നമ്മുടെ കൂടെ തന്നെയാണ്. അത് കുറച്ച് നാൾ ഇവിടെ അങ്ങനെ മാറി മാറി രണ്ടുപേരും നിന്നിരുന്നത്. അമ്മ ചിലപ്പോൾ ഒരു 10 ദിവസം നിൽക്കും, അത് കഴിയുമ്പോൾ അച്ഛൻ വരും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അമ്മയായിട്ട് ഒന്നിച്ചങ്ങ് തിരിച്ചു പോകും. എന്ത് ഹാപ്പി ആയിട്ട് പോയാന്നറിയാം. അന്ന് വളരെ സന്തോഷത്തോടു കൂടി വണ്ടിയിൽ. ഓക്കെ, അപ്പോ പ്രവീണും മൃദുലയും പറയുന്നത് വെച്ചിട്ട് അദ്ദേഹം ഗൾഫിലൊക്കെ ആയിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ, ഷുഗർ, അത് കൂടാതെ ആൻജിയോപ്ലാസ്റ്റി പരിപാടി എല്ലാം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അവിടെ വെച്ച് ഓൾറെഡി ഒരു അറ്റാക്ക് വന്നുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളും ഒക്കെ ചെയ്തു. കാരണം വേറെ എന്തെങ്കിലും ഇനി പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മൃദുലയുടെ അമ്മ അവിടെ ഇല്ലായിരുന്നു, ഇവരുടെ കൂടെയായിരുന്നു. ആ സമയത്താണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം, ഇനിയിപ്പം ഒരുപാട് സംശയങ്ങളും കൊണ്ട് മുന്നോട്ട് വരുന്ന ചാടി വീഴുന്ന ഒരുപാട് ആളുകൾ കാണും. കൂടുതൽ സംശയിക്കൊന്നും വേണ്ട ആരും. പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന് ചെറിയ ഒരു മൈനർ അറ്റാക്ക് വന്നതാണ്. സൈലന്റ് അറ്റാക്ക്, സോറി പറഞ്ഞത് തെറ്റിപ്പോയി. മൈനർ അല്ല, സൈലന്റ് അറ്റാക്ക് സംഭവിച്ചതാണ്. അങ്ങനെയാണ് അദ്ദേഹം പോയത്. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഒരു ചെറുപ്രായം എന്ന് തന്നെ നമുക്ക് പറയാം. 50 വയസ്സ് അത്രേ ആയിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. കൊളസ്ട്രോളും ഷുഗറും പിന്നെ ഈ ഓൾറെഡി ഒരു അറ്റാക്ക് വന്നതും ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് അദ്ദേഹം പെട്ടെന്ന് പോയത്. ഇനി കൂടുതൽ ഈ സംശയം കുത്തിത്തുറന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് വീണ്ടും പറയുന്നത്. അല്ലാതെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങൾ ക്ഷമിക്കുക, പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. ബാക്കി അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വണ്ടിക്ക് മൈലേജ് ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പോകുന്ന വഴി മൊത്തം എനിക്ക് വാട്സപ്പ് ഇടാൻ കണ്ടോ 17ആയി 18ആയി മൈലേജ് ഇത്ര. എന്തോ നമ്മുടെ അടുത്ത് ഈ മരണപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് അച്ഛൻ ഇങ്ങനത്തെ ഒരു ശ്വാസം മുട്ടലോ എന്തോ ഉണ്ടായിരുന്നു എന്നിങ്ങനെ അടുത്തുള്ള അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്.
പക്ഷെ അത് എന്തോ നമ്മുടെ അടുത്ത് പറയാഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം മേ ബി ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ അത്ര സീരിയസ് എടുക്കാത്തതാണോ എന്തോന്നും അറിയത്തില്ല. പക്ഷെ അച്ഛൻ അച്ഛനങ്ങനെ അസുഖം വന്ന് ആശുപത്രി പോകുന്നൊന്നും ഇഷ്ടമല്ല. എന്നാൽ കറക്റ്റ് മെഡിസിൻ എടുക്കുമോ, പക്ഷെ അതിനൊക്കെ ഒരു ലേസി ആയിട്ടുള്ള ആളാണ്. അമ്മയാണ് അച്ഛന് മരുന്ന് എടുത്തു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും. കാരണം അങ്ങനത്തെ ആശുപത്രി പോകാനായിട്ട് മടിയുള്ള ഒരു വ്യക്തി. പക്ഷെ എന്നാലും അച്ഛൻ ആശുപത്രി പോയിട്ടുണ്ടല്ലേ, ആശുപത്രി പോയി ECG ഒക്കെ എടുത്ത്. തെമ്മല ആശുപത്രി പോയി ECG ഒക്കെ എടുത്ത്, എന്നിട്ടും വേറെ ആരോടൊക്കെയോ പറഞ്ഞേക്കുന്നു ആശുപത്രി പോയാൽ ചിലപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കിയാലോ, എനിക്ക് തിങ്കളാഴ്ചത്തെ എഗ്രിമെന്റ്. അത് അച്ഛന് മെയിൻ ആയിരുന്നു. എഗ്രിമെന്റ് മെയിൻ ആയിരുന്നു. ഇനിയും ഇദ്ദേഹത്തിന്റെ മരണത്തില് ദുരൂഹതയുണ്ട്, സംശയമുണ്ട് എന്നൊന്നും പറഞ്ഞ് ആരും വീഡിയോ ഒന്നും ചെയ്തുകൊണ്ട് വരണ്ട കേട്ടോ. തമ്മയിലൊക്കെ എഴുതുന്ന ഓക്കെ, പക്ഷെ അതൊന്നും പറഞ്ഞ് ആരും വരണ്ട. കാരണം അങ്ങനെ ഒന്നുമല്ല, പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്കിപ്പം ഈ ഒരു പോർഷൻ ഞാൻ കേൾപ്പിച്ചതിന്റെ ഒരു കാരണം വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹമാണെങ്കിലും പ്രവീണാണെങ്കിലും മൃദുലയാണെങ്കിലും പറയുന്നത് കേട്ടല്ലോ, ആദ്യമേയൊക്കെ ആശുപത്രിയിലൊക്കെ പോകാൻ ചെറിയ മടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു, സുഹൃത്തുക്കൾ അത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? സുഹൃത്തുക്കൾ അത് ശരിക്കും പറഞ്ഞതാണോ ഇനിയും നമുക്ക് അറിയത്തില്ല, നമ്മൾ കേട്ടിട്ടൊന്നുമില്ല. എന്താണെങ്കിലും ചിലപ്പം നല്ല സുഹൃത്തുക്കളാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും നിങ്ങൾ അസുഖങ്ങളൊക്കെ ഉള്ള ഒരു 10-35 അല്ലെങ്കിൽ ഒരു 40-35 കഴിയുമ്പോൾ, അതിന് മുമ്പാണെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് കാണിക്കണം. 35 കഴിയുമ്പോൾ എന്താണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തിരിക്കണം. ഒരസുഖത്തെ നമ്മൾ ചെറുതായിട്ട് കണ്ട് തട്ടിക്കളയാതിരിക്കുക. ഈ പറയുന്ന ഞാൻ പോലും പേടിച്ചിട്ട് അധികം ആശുപത്രിയിൽ പോവാറില്ല, എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന കാര്യത്തിലല്ലോ നമ്മുടെ ലൈഫിൽ. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ശരി, എന്താണ് ഈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നവരാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നില്ല കേട്ടോ. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മൾ നിങ്ങളോടും പറഞ്ഞു തരിക. പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഒരു കേസിൽ, അതായത് ഈ ആശുപത്രിപരമായി എന്തെങ്കിലുമൊക്കെ അസുഖം വരുവാണെങ്കിൽ ഞാൻ നേരത്തെ കൊണ്ട് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പിന്നെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും എനിക്ക് ഇച്ചിരി പേടിയുണ്ട് ഇപ്പൊ. അതുകൊണ്ട് ഞാനും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നേരെ ആശുപത്രി പോകും. നിങ്ങളും ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നതിന് മടിക്കാതിരിക്കുക. മനസ്സിലായില്ല? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കാണിക്കുക, വെച്ചോണ്ടിരിക്കരുത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായവും ഈ ഒരു വീഡിയോയെ ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ്, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തോന്നിയ കാര്യങ്ങളല്ല, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു വ്യക്തിയുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് അതേ പറയാൻ പറ്റുള്ളൂ. ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെല്ലാവരും, അവർക്കാണ് അത് ഏറ്റവും കൂടുതൽ എന്താണ് ആ ഒരു വേർപിരിയല് വേദന ഉണ്ടാക്കുന്നത്. നമുക്കൊക്കെ ഓർക്കും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അത് കൂടാതെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർ.